ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് കാണിക്കുന്ന കാര്യങ്ങളാണ് നമ്മളതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ കണ്ടോളൂ, നമ്മൾ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ നമ്മൾ നോക്കിക്കേ, ഇതുപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു പീസ് എടുക്കാം. ഫ്രണ്ടും ബാക്കും നമ്മളതിൽ അങ്ങനെ ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് നടുവേ ഒന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കി അവിടെ വെച്ചോളൂ. നമ്മൾ നൈറ്റ് കട്ട് ചെയ്തതിൽ നിന്നും ബാക്കി ഇതുപോലെ പീസ് ഉണ്ട്, അതിൽ 2 തുണി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മേളിൽ ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് താഴെ ഒരു 8.5 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 8.5 ഇഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു മേളത്തെ ചോക്കിൻ്റെ ലൈനിൽ താഴത്തെ ചോക്കിൻ്റെ ലൈനിലും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് നമുക്ക് ഓൾറെഡി നൈറ്റ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസാണത്, അതാണ് അങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ വെച്ച ശേഷം നല്ല വശവും നമുക്ക് ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ നമുക്ക് താഴെ വരെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ അത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ ഒരു പീസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ മടക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ്, തുണിക്കുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള മിച്ചം തുണിയുടെ ഷേപ്പാണത്. അല്ലാതെ നമ്മളത് ഷേപ്പാക്കിയിരിക്കണമല്ല. നീളം മാത്രം 8.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടുവേ ഒന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചത് ഇതുപോലെ കാണിച്ച് നമ്മളത് മടക്കി വെക്കുന്നുണ്ട്. ശേഷം നമുക്കിനി 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലും 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലും 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതൊരു ബോക്സ് ആക്കി വരയ്ക്കാം. 5.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെയും നമുക്കിത് ഇങ്ങനെ നമുക്ക് നീട്ടി ഇതുപോലെ നമുക്കൊന്ന് വരച്ച് താഴത്തോട്ട് നമുക്കിതുപോലെ ബോക്സ് ആക്കാം. അതായത് 2.25 ഇഞ്ചിൽ ഇങ്ങനെ വരച്ചെടുത്ത് ജസ്റ്റ് ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം 1.5 നോക്കിക്കിത് കണ്ടോ, 1.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ആ വശത്തൊന്ന് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ നടുക്കിലോട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ കഴുത്തിൻ്റെ തുണിയുടെ പീസാണത്. അതവിടെ മാറ്റി വെച്ച ശേഷം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് തുറന്ന് വെക്കാം കേട്ടോ. തുറന്നു വെച്ച ശേഷം ഇതുപോലെ നല്ല വശം അതായത് നമ്മുടെ നൈറ്റിയുടെ മേലെ കഴുത്തിൻ്റെ പീസ് വെക്കുക. അപ്പോൾ നോക്കിക്കുക, നല്ല വശം ഇതുപോലെ ചേർത്ത് വെക്കണം. എന്നിട്ട് 1/4 ഇഞ്ച് ഞാനിങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗം നമ്മളിപ്പോൾ തയ്ച്ചില്ല, തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു തുണിയുടെ തുമ്പിൽ നിന്നും ഒരു 1/4 ഇഞ്ച് പുറകോട്ടായിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ അടിച്ചു കൊടുത്ത ഭാഗം തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു തുണി പീസിനെ ഉൾവശത്തോട്ട് തിരിച്ചിടുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിനെ നേരെ നമ്മളിങ്ങനെ ആക്കി അതിനെ ഉൾവശത്തോട്ട് തിരിച്ചിടാം. ഉള്ളിലോട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് എന്താ ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ട് അതിങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഈ ഒരു പീസിനെ ഇങ്ങനെയുള്ളതിന് നമുക്ക് നേരെ ആ കഴുത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഉള്ളിലോട്ട്, അതായത് തുണിയുടെ ഉൾവശത്തോട്ട് തിരിച്ചിടുക, അടിവശത്തോട്ടേക്ക് തിരിച്ചിടുക. കണ്ടോ, ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നമ്മൾ കൈ വെച്ച് നഖം വെച്ച് അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു തയ്യലിൻ്റെ നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് അയൺ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് നഖം വെച്ചൊന്ന് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഷേപ്പ് നമുക്ക് വന്നോളും. എന്നിട്ട് ആ ഭാഗത്തോടൊന്ന് തയ്ച്ചു കൊടുക്കാം.
എക്സാക്ട്ലി തുമ്പ് വശത്താണ് കണ്ടോ, നമ്മൾ ആ തുമ്പ് വശത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അതായത് ഒരു തയ്യലിൻ്റെ വീതി എന്ന് പറയും, അത്രയും തുമ്പ് വശത്താണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലേസ് വെച്ച് കൊടുക്കണം. ലേസ് വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലൊരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 1 ഇഞ്ച് കഴുത്തിൽ നിന്നും 1 ഇഞ്ച് പുറത്തായിട്ടാണ് നമ്മൾ ഈ ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളത് ടേപ്പ് എടുത്ത ശേഷം 1 ഇഞ്ച് വെച്ച് നമ്മൾ എല്ലാ വശത്തും കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ കൂടെ ഇത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക, ലേസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. കണ്ടോ, 1 ഇഞ്ച് കഴുത്തിൽ നിന്നും പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് തന്നെ പുറത്തിങ്ങനെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നേരെ ഇതിങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വളച്ചെടുക്കുന്നു. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ആക്കിയാൽ മതി. ഇതിങ്ങനെ തയ്ച്ച് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആക്കുക, അതിന് ശേഷം അതിനെടുത്ത് ഇങ്ങനെ ആക്കുക, തയ്ച്ച് വരിക, പിന്നെ ഇങ്ങനെ തയ്ച്ച് വരിക. വീഡിയോ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, എളുപ്പമാണ്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ നോക്കി കാണാൻ പറ്റും കേട്ടോ, കട്ടിങ് വീഡിയോ. അപ്പം നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് ചെയ്തു വരാം. അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടോളൂ കേട്ടോ.